ഷാജിദ ഷാജി തന്റെ ഉമ്മയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പക്ഷെ നല്ല ഒരു കാര്യം തന്നെയാണ് തിരിച്ചറിവ് എന്നുള്ള ഒരു കാര്യം അല്ലേ. ഒരുപാട് രീതിയിൽ തന്റെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചു. നാണക്കേടിന്റെ വക്കിലേക്ക് പോയി. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. എന്തൊക്കെ ആയാലും തെറ്റുകൾ തിരുത്തപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഷാജിദ ഷാജി കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉമ്മയെ കുറിച്ചിട്ടാണ്, നമുക്കൊന്ന് കേൾക്കാം. കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി, പഠിച്ചോനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യമാണത്. തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷെ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്രം കാര്യങ്ങളല്ല. ഇപ്പൊ പല ഫാമിലി വ്ളോഗേഴ്സും വീട്ടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ആവശ്യമില്ലാതെ പബ്ലിക്കിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് പബ്ലിക് അത് വിലയിരുത്തുമ്പോൾ പബ്ലിക്കിനെ കുറ്റം പറയും. നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല ഞങ്ങളുടെ ജീവിതം എന്നുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നത് വെച്ചുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കി വെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഷാജിദയുടെ ഉമ്മയെ കുറിച്ച് ആളുകൾ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താ? അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടാണ്. ആ ഔട്ട്പുട്ടിനനുസരിച്ച് ഉമ്മ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു പൊതുബോധം കുറെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. കുറെ ആളുകളൊക്കെ നേരെ തിരിച്ചുമാകാൻ വിചാരിക്കുന്നുണ്ടാവുക. ഓക്കെ, എന്തായാലും തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്തപ്പെടുന്നത് നല്ലത് തന്നെയാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്തു, മാപ്പാക്കണം, പൊറുക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ നല്ല കാര്യമാണ്. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, തുടർന്ന് കുറച്ച് പറയാനുണ്ട്, വീഡിയോയുടെ ഇടയിൽ പറയാം. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എന്റെ യൂട്യൂബിൽ കാണില്ല, എന്റെ ഷോർട്സിൽ കാണില്ല, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. ഓക്കെ, നമുക്ക് എത്ര പ്രഷർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ലൈവിൽ വന്ന് പറയുന്നത്. അത് ആ കുട്ടികൾക്ക് ഭാവിയിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് പ്രണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അല്ല പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ അവർക്ക് നാളെ ഭാവിയിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. സംഭവം നിങ്ങൾ ജെന്യുവിൻ ആയിരിക്കുക, ഒന്നും മറച്ചു വെക്കാതെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിട്ട വീഡിയോസ് ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പോപ്പുലർ ആണ്. നിങ്ങൾ ഇടുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾ വീക്ഷിക്കാൻ തയ്യാറായിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ ലൈവിനിടയിൽ എവിടെയോ പറഞ്ഞ ഒരു വാക്കാണ് എന്നെ പോലെയുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതായത് എല്ലാവരും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇപ്പൊ ഞാനടക്കമുള്ള യൂട്യൂബർമാർ പോലും നിങ്ങളുടെ ഒരു വ്യൂവർ ആണല്ലോ. അപ്പോ നമ്മൾ പറയുന്ന തെറ്റുകൾ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ തെറ്റുകളൊക്കെ ഇവിടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിവിടെ കിടക്കുന്നുണ്ടാവും. ആരുടെയെങ്കിലും കൈകളിൽ അത് കിടക്കുന്നുണ്ടാവും. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അതും കിട്ടും. ഒരു തർക്കമോ കാര്യത്തിൽ വേണ്ട, എല്ലാവരും ഒന്നും പറയാൻ കഴിയില്ല, അങ്ങോട്ടും കൊണ്ട് കണക്കിടക്ക് ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കാനുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ചിലപ്പോൾ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെയും എന്താ പറയാ, ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ടു നടക്കണം ഓരോരുത്തര്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു വിഷമത്തിന്റെ പുറത്തായിരിക്കും പലതും നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെ പുറത്തേക്ക് ഇടാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നില്ല അത്. ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവതുല്യാണ് അല്ലേ. ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗം, ഓർത്തോളി എന്നാണ്. അതായത് ഉമ്മയാണ് ഈ ലോകം. അത് മനസ്സിലാക്കിയാൽ തന്നെ എല്ലാം കൊള്ളാം. അപ്പൊ നമ്മളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഉമ്മയെ ഒരു മാനസിക രോഗിയാക്കിയിട്ട് പോലും പല ആളുകൾ ചിത്രീകരിക്കുന്നില്ലേ. അതൊക്കെ വളരെ മോശമല്ലേ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് പറ്റി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി, നല്ല കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോസ് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല. അതവിടെ കിടക്കും. തീർച്ചയായിട്ടും ഇനിയും നാളെ ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഷാജി ഇങ്ങനെയാണ് ട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ വരിക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും നിങ്ങളെ അന്ന് മോശം പറഞ്ഞില്ലേ, ഉമ്മയോട് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. തിരിച്ചറിവ് നല്ലതാണ്. ഉമ്മ ചെയ്തതും ഉമ്മ മക്കളോട് ചെയ്തതും നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ കുടുംബത്തിൽ എന്താണ്. നിങ്ങൾ ആരുമല്ല ഞങ്ങളുടെ കൂടെ വന്ന് ജീവിച്ച ആൾക്കാർ. ഓക്കെ, നിങ്ങൾക്ക് പുറമെ നമ്മൾ കാണിച്ചത് മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ. അതിനുള്ളിൽ എന്താണ് നടന്നത്, എങ്ങനെയാണ്, എത്ര വർഷം എന്തായിരുന്നു എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഇട്ടിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ല
ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി കൊടുത്ത ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഉമ്മ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബക്കാർ ഇങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ നിന്നും ഒരിക്കലും മറ്റുള്ള ആളുകൾ ഇനി പുതുതായിട്ടൊന്നും കണ്ടെത്താൻ തയ്യാറാവില്ല. കാരണം നിങ്ങളുടെ വീട്ടിലല്ല ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് എന്നുള്ള ചോദ്യം കറക്റ്റാണ്. അതിനുള്ള ഉത്തരവും ഞാൻ തന്നേക്കാം. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ പൂർണ്ണമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ഒരു കഷ്ണമായിരിക്കും ഇരുന്നുണ്ടാവുക. ആ ഒരു കഷ്ണം വെച്ചുകൊണ്ട് ആളുകൾ വിലയിരുത്തുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? സ്വാഭാവികമായി നിങ്ങൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിൽ പലതും അവിടുന്ന് ഇവിടുന്നുള്ള കഷ്ണങ്ങളൊക്കെയാണ്. ആളുകൾക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും? പിന്നെ ആളുകൾക്ക് മനസ്സിലാക്കിയിട്ട് എന്താ ഗുണമുള്ളത്? ഒരു ഗുണമില്ല. പക്ഷേ ക്യൂരിയോസിറ്റി എന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ തരുന്ന ഹിന്റുകൾക്ക് അനുസരിച്ചിട്ടാണ്. ഉമ്മ ഇങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടുന്ന വീഡിയോന്റെ ഹിന്റ് കാരണം ആളുകൾക്ക് ക്യൂരിയോസിറ്റി തോന്നും, ഒരു ത്വര തോന്നുക. അങ്ങനെ അവർ കാണും. അങ്ങനെ അവർ കാണുന്നതോ പൂർണ്ണമായിട്ടുള്ള നിങ്ങൾ ഇടുന്ന വീഡിയോസ് അല്ല, നിങ്ങൾ അത് ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഇടുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ ആളുകൾ ഇങ്ങനെ വിലയിരുത്താൻ പാടുള്ളൂ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു വീഡിയോസ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഇടുമ്പോഴാണ് ഈ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ ഇടുമ്പോൾ നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഹേറ്റേഴ്സ് ഉണ്ടാകില്ല. പിന്നെ അതിലേക്ക് പലതും കയറി വന്നു. അതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. നമുക്കില്ലേ, ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ കുറച്ച് ഒരു 1 വീക്കായിട്ട് ഭയങ്കര, കാരണം എന്താണ് വിട്ട കാര്യം, നമ്മളെ വിട്ട കാര്യം പിന്നെയും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ, നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. ആരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് 1 ഉറുപ്പിക്ക് നമ്മൾ പോണില്ല. ഞാനുണ്ട്, എൻ്റെ മക്കളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു പോണത്. അതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും നമ്മളെ എന്താ പറയാ പിന്നാലെ നടന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തണം, നമ്മളെ പിന്നാലെ നടന്നിട്ട് വീഡിയോസ് ഇടുകയാണ്. അപ്പൊ ഒരു പരിധിയില്ലേ, നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലേ? അതൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മള് ഇതിലേക്ക് ഇറങ്ങിപ്പോയില്ലേ. സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുള്ള അവസരങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ എടുത്തിട്ട് അത് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇപ്പോഴും ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടാവും. ഇപ്പൊ എന്തിനു പറയുന്നത്, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ വിളിച്ച വീഡിയോസ് എന്റെ കയ്യിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതേപോലെ എനിക്കത് യാതൊരു ആവശ്യമുള്ള ഒരു വീഡിയോ ആവണമെന്നില്ല. പക്ഷെ അതേപോലെ ഇഷ്ടം പോലെ ആളുകളുടെ കയ്യിൽ ആ വീഡിയോസ് കിടക്കുന്നുണ്ടാവും. അവരടുത്ത് വീണ്ടും എടുത്തിട്ട് റിയാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് ആകെ 4-5 വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉമ്മയെ കുറിച്ച് ചെയ്ത വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഹണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും എനിക്കില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾ ചെയ്തേ വെക്കൂ. അതുകൊണ്ടാണ് അത് ഇത്തരം ഫാമിലി വ്ളോഗേഴ്സിനെ പിന്നാലെ നടന്നുകൊണ്ടുള്ള വീഡിയോസ് ആവില്ല. ടെൻഷൻ ആവല്ലേ ഷാജി, ശരിയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കേ അറിയുള്ളൂ. അതിന് എന്റെ വീട്ടിൽ എന്താണോ നടക്കുന്നത്, അല്ലെങ്കിൽ എന്റെ വീടിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എനിക്കും എന്റെ മക്കൾ, നിങ്ങൾക്ക് എന്റെ മക്കളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്താണ് ഏതാണ് എങ്ങനെയാണ്. പിന്നെ എന്റെ കുടുംബക്കാർ ഏതാണ്, എന്റെ കുടുംബക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമുക്ക് നിങ്ങളുടെ കുടുംബക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിനുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. നിങ്ങളാണ് ഒരു ഔട്ട്പുട്ട് ജനങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളാണ് ഓരോ വീഡിയോസ് പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പലതും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ആളുകൾ വായിച്ചെടുക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ കുടുംബക്കാരുടെ സ്വഭാവം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളാണ് ഇതെല്ലാം പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും ഒത്തുള്ള വീഡിയോസ് കാണാനും, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് കാണാനാണ്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ല, അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് തന്നെ കാണുള്ളൂ. അതിൽ ഫാമിലിയെ കുറിച്ച് പറയുന്നതൊക്കെ ആളുകൾ എടുത്തു കഴിഞ്ഞു. അതല്ല പിന്നെ ഇതാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, പ്രയാസമായിരിക്കും. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കണേ. ഭാവിയിൽ വാക്കുകൾ മാറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, എന്റെ ഉമ്മാന്റെ വീഡിയോസ് ഇട്ടെന്ന് പറയില്ലേ, എന്റെ ഉമ്മ എന്നെ നീ വലിയ യൂട്യൂബർ, നീ ഇട്ട എന്താവും, നീ ഇട്ട് അങ്ങനെ ഇട്ട എനിക്കിപ്പോ എന്താവാൻ പോണു, നീ ഇടടി, നീ ഇട്ടൊന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിച്ചതാണ്. എന്നെ വെല്ലുവിളിച്ചിട്ട് ഇടിയിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. ഒരിക്കലും ഞാനത് മാറ്റി വെച്ചിട്ട് ഞാനത് ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോ എടുത്തു വെച്ച് തന്നെ നമുക്ക് കേസ് കൊടുക്കണേന്റെ ആ സ്റ്റേഷനിൽ അതിന് ഒരു തെളിവിന് വേണ്ടിയിട്ട്, നമ്മളിപ്പോ വീട്ടിൽ പ്രശ്നം നടക്കുക, ഇതിനൊക്കെ എന്താ തെളിവ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഒരു തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ, കാരണം ആ പ്രശ്നം നടക്കുന്നത് 2 മണിക്കൊക്കെയാണ്, രാത്രി പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന പ്രശ്നമാണ്. അതിനുവേണ്ടി എടുത്തു വെച്ചതാണ്. എന്നിട്ട് ഞാൻ 2 വീക്ക് അത് ഞാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിൽ ഇട്ടിട്ട് ചൊറിയുമ്പോൾ നമ്മൾ കയറി ഇട്ടതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കത് നേരിട്ട് സംസാരിച്ച് തീർച്ചാൽ മതിയായിരുന്നു. ഉമ്മയുടെ വീഡിയോ നിങ്ങൾ എടുത്തു വെച്ച് ഭാവിയിൽ പോലീസ് സ്റ്റേഷനിൽ ആവശ്യം വരും എന്നുള്ള കാരണം കൊണ്ടാണെന്ന് പറയുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അത് എടുക്കില്ലേ, ആളുകൾ അത് കാണില്ലേ, ആളുകൾ വിലയിരുത്തില്ലേ? ഇപ്പൊ ഉമ്മയോട് ഷാജിദക്കുള്ള സമീപനം എങ്ങനെയാണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ? ഉമ്മ പിരികേറ്റി ദേഷ്യം പിടിപ്പിച്ചാൽ ഞാനത് ഇട്ടു. അത് വലിയൊരു വിഡ്ഢിത്തരാണ്.
അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമായിരുന്നു. താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കി. പക്ഷെ ഭാവിയിലും അത് സംഭവിക്കാതിരിക്കാൻ ഇതൊരു ഗുണമായിരിക്കും. ഞങ്ങളൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഇടരുത്. അത്രേ ഉള്ളൂ. അതൊരു വളരെ ഭാവിയിൽ നമ്മുടെ കുടുംബത്തെ ആളുകൾ കാണുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് മനസ്സിലാക്കിയാൽ കൊള്ളാം. അത് വേറെ ആരുമില്ല. അതെ, ഒരിക്കലും ഇല്ല. തെറ്റ് എല്ലാ മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റി. എനിക്കും ഒരു തെറ്റ് പറ്റി. എനിക്കും തെറ്റ് പറ്റാത്തവരാരുമില്ല. പക്ഷെ അത് മനസ്സിലാക്കി തിരുത്തി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ ആക്കിയില്ലേ, ഇങ്ങനെ ആക്കിയില്ലേ, അതാക്കിയില്ലേ, ഇതാക്കിയില്ലേ. എന്റെ സ്വന്തം അനിയത്തി പോലും, എന്റെ രണ്ടാമത്തെ അനിയത്തി പോലും എന്നോട് പറഞ്ഞു, ഉമ്മ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, ചെയ്യാൻ പാടാത്ത തെറ്റാണ് ഉമ്മ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവളടക്കം എന്നോട് പറഞ്ഞു, ഉമ്മ ചെയ്തത് തെറ്റാണ്. കാരണം എനിക്ക് എന്റെ വിഷമം കൊണ്ട് ഞാൻ അവൾക്ക് ഫസ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് പറഞ്ഞു, അത് തള്ള ചെയ്തത് തെറ്റന്നെ, അത് ഉമ്മ. ഞാൻ തള്ള എന്ന് പറയുന്നത് എന്താ അറിയോ, ഉമ്മാനെ ഒരു സ്നേഹത്തോടെ ഞങ്ങൾ തള്ള തന്നെ വിളിക്കല്. ഉമ്മ ഇപ്പൊ എന്റെ അനിയത്തി ആയാലും എന്താ തള്ളേ, അങ്ങനെ ഒരു തമാശ രീതിയിലാണ് അങ്ങനെ അത് ചെയ്തത് തെറ്റാണെന്ന് അവരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചിലയിടങ്ങളിൽ ചിലപ്പോൾ തള്ളയെന്നൊക്കെ വിളിച്ചിട്ടൊരു തമാശ രീതിയിലൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പെങ്ങൾ പറഞ്ഞൊരു കാര്യം, അനുജത്തി പറഞ്ഞൊരു കാര്യം, ഉമ്മ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഷാജിദ നീട്ട വീഡിയോയും തെറ്റാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആ ഫാമിലിയിലെ ചർച്ച ചെയ്ത് തീർത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ഉമ്മയെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തെറ്റാണ്, മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ താങ്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. മക്കളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് പറയുന്ന പല കാര്യങ്ങളിലും അവരുടെ മുന്നിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 18 വയസ്സിന് താഴെയുള്ള മക്കളാണ്. അപ്പൊ അവരുടെ മുന്നിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച് ആളുകൾ ഓരോന്ന് കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ മക്കളെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ മക്കളുടെ മുഖമൊക്കെ ബ്ലറാക്കിയിട്ടാണ് വീഡിയോ ചെയ്യാറ്. ഞാനത് അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ ഞാൻ മൂലം ആ കുട്ടികൾ വീണ്ടും ആളുകളിലേക്ക് ഈ ഒരു രീതിയിൽ എത്തിപ്പെടണ്ട എന്ന് കരുതിക്കൊണ്ടാണ്. കുട്ടികളുടെ പ്രേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈവ് നിങ്ങളിട്ട് കരഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ അപ്പൊ ഭാവിയിൽ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അത്രേ പറയാനുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ശീലങ്ങളാണ്, നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ പൊട്ടിത്തെറികളും കൊടുന്നിടാതിരിക്കുക, ഫിൽട്ടർ ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വിഷയങ്ങൾ പറയുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വളരെ നെഗറ്റീവ് ഉണ്ടാവും. അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ പടച്ചവന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, പട്ടിണി ഉണ്ടാവാതെ അടിപൊളിയായി ജീവിക്കാൻ കഴിയട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.